യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മോത്തപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം. സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിനും ഒരുക്കി തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ പരിപാലിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മഹാദയെ ഓർത്ത് നന്ദിയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുക. എന്മനമേ യഹോവയെ വാഴ്ത്തുവൻ്റെ സർവ്വന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ നന്ദിയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇന്ന് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്ര സകലത നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കര നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയത്തെ സർവശക്തനായ ദൈവം അടയാളം കൂടെ ആരംഭമാക്കി മാറ്റും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. ചില ഭാരങ്ങൾ കടന്നു വന്നാണ്, ചില പ്രയാസങ്ങൾ കടന്നു വന്ന് കാണാം. അത് നിന്നയ്ക്കായിരിക്കും കടന്നു വന്നത്, പരിഹാസത്തിനായിരിക്കും കടന്നു വന്നത്. ലോകത്തിന്റെ മുമ്പാകെ നിന്നെ ഒരു അപമാനമാക്കി, ഒരു ചോദ്യചിഹ്നമാക്കി നിർത്തുവാനായിരിക്കാം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത്. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവം അതിനെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ആരംഭമാക്കി നിന്റെ ഭവനത്തെ ദൈവം മാറ്റാൻ പോക്കിയ. സ്തോത്രം ഹല്ലേലൂയ. അത് നിന്റെ ഭവനത്തിന്റെ പേരിനെ പ്രശസ്തമാക്കത്തക്ക രീതി ചിലതിന്റെ അടയാളങ്ങളുടെ ആരംഭമാക്കി ദൈവം തവരെ മാറ്റുവാനായിട്ട് ഇടയെത്തില്ല. തിന്മയ്ക്കായി കടന്നു വന്നതായിരിക്കാം. ഹല്ലേലൂയ. ശത്രുദോഷത്തിനായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നതായിരിക്കാം. പക്ഷേ അതിനെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുക. സ്തോത്രം ഹല്ലേലൂയ. തിന്മയ്ക്കായി കടന്നു വന്ന വിഷയത്തെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാക്കി സർവശക്തനായ ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തില്ല. മഹത്വം വെളിപ്പെടുന്ന പകൽക്കാലമത്രേ. അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് ഈ പകൽക്കാലം അസാധാരണമായ രീതിയെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആമേൻ. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം നടക്കുന്ന ഒരു ഭവനത്തെ പറ്റി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ഭവനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഗലീലയിലെ കാനാവിൽ ഒത്തിരി കല്യാണങ്ങൾ നടന്നു കാണും. പക്ഷേ ഈ ഭവനത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിനകത്ത് നടന്ന വിവാഹ ശുശ്രൂഷ അവിടെ കർത്താവിനെ കൂടി ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. നിന്റെ ചുറ്റുപാടും ഒത്തിരി ഭവനങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ നിന്റെ ഒരു ഭവനം, ഹല്ലേലൂയ, നീ വസിക്കുന്ന ഭവനത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്തേക്ക് നീ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ഭവനത്തെ ദൈവം പ്രസിദ്ധമാക്കി തീർക്കുവാനായിട്ട് ഇടയത്തില്ല. നിന്റെ ജീവിതത്തെ ദൈവം പ്രസിദ്ധമാക്കി തീർക്കുവാനായിട്ട് ഇടയത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് അടയാളങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുക. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ക്ഷണിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും നീ കർത്താവിനെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന് വസിക്കത്തക്ക രീതിയെ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പെട്ടെന്ന് കടന്നു വന്ന ചില വിഷയങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ അത്ഭുതമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരുക. ദൈവം തമ്പുരാൻ മാറ്റി വിടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്കറിയാം. സ്തോത്രം. ഗലീലെ കാനാവുകൾ ഒത്തിരി കല്യാണങ്ങൾ നടന്നു
കാണും. അതുപോലെയല്ല, ഇവിടെ കർത്താവിനെ കൂടെ അവർ ക്ഷണിക്കുവാൻ തയ്യാറായപ്പോ ആ കല്യാണത്തെ പ്രസിദ്ധമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭവനത്തിനകത്തൊരു മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കടന്നു വന്ന കുറവുകളെ ദൈവം പരിഹരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ കർത്താവിനെ ക്ഷണിച്ചത് മുഖാന്തരമായിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറവുകളെ, പോരായ്മകളെ ഹല്ലേലൂയ ദൈവം വച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കത്തില്ല. അത് സ്തോത്രം മാറ്റിക്കളയുവാനായിട്ട് ഇടയത്തില്ല. ഈ പകൽക്കാലം നീ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണോ? നിന്നിൽ എന്ത് കുറവുണ്ട് ഹല്ലേലൂയ, അത് ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യമായി വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ മറ്റൊരാൾ അറിയുന്നതിന് മുമ്പേ ആ വിഷയത്തെ പരിഹരിച്ചു തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ പ്രിയ മക്കളെ, അവിടെ കാണുവാൻ സാധിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ എന്ത് ചെയ്തു? വീഞ്ഞ് തീർന്നു പോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമത്രേ ആ ഭവനത്തിനകത്ത് നടക്കുന്നത്. സ്തോത്രം. എന്നാൽ അവിടെ യേശു കർത്താവിന്റെ അമ്മ യേശു പറയുന്നുണ്ട്, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവരുടെ യഹൂദന്മാരുടെ ശുദ്ധീകരണം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയനേ മക്കളെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഒരു കുറവ് കടന്നു വന്നു, ഒരു പോരായ്മ കടന്നു വന്നു. സ്തോത്രം. ആ പോരായ്മ ആ ഭവനത്തിന്റെ ലേബലിനെ തന്നെ മാറ്റിക്കളയുന്ന രീതിയിലാണ് കടന്നു വന്നത്. നിന്നയുടെ അനുഭവമാക്കി മാറ്റത്തക്ക രീതിയിൽ, മറ്റുള്ള മുമ്പേ ഒരു പരിഹാസമാക്കി തീർക്കത്തക്ക രീതിയിലുള്ള ഒരു വിഷയമാണ് കടന്നു വന്നത്. സ്തോത്രം. പക്ഷെ ആ വിഷയത്തെ യേശു കർത്താവിന്റെ അമ്മ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ യേശു കർത്താവ് പറഞ്ഞു, എനിക്കും നിനക്ക് തമ്മിൽ അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും യേശുവിന്റെ അമ്മയ്ക്കറിയാം. കാരണം എന്താ? യേശുവിന്റെ ജനനത്തിങ്കൽ യേശുവിനെ പറ്റി പറഞ്ഞതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു മറിയ. സ്തോത്രം. ഒരാണ്ട് ഭവനം വേദനിക്കുമ്പോ, മറ്റൊരാണ്ട് മനസ്സിനെ വേദനിക്കുമ്പോ നോക്കി നിൽക്കുന്നവനല്ല എന്റെ ഉദരത്തിനകത്തുനിന്ന് പുറത്തു വന്നതെന്നുള്ള അരുളപ്പാടുകൾ കേട്ട ഹല്ലേലൂയ ഒരു മറിയ അവിടെ പറഞ്ഞത് ശിഷ്യന്മാരോട്, യേശു എന്തെങ്കിലും കൽപ്പിക്കും അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. കർത്താവാരാണെന്നുള്ള ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് മറിയ അറിയുവാനായിട്ട് ഇടയത്തുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൾ അതൊക്കെ ഹൃദയത്തിൽ സംഹരിച്ചു. ഹല്ലേലൂയ. അനേകം പേരുടെ കണ്ണുനീരുകളെ തുടപ്പാൻ, അനേകം പേരെ ആശ്വസിപ്പിക്കുവാൻ, അനേകം വിഷണ്ട മനസ്സിനെ തണുപ്പിക്കുവാൻ കഴിയുന്നവനാണ് തന്റെ ഉദരത്തിനകത്തുനിന്ന് പുറത്തു വന്നതെന്നും ആ ഭവനത്തിനകത്ത് ഇപ്പോൾ നിൽക്കുന്നവനെന്നും എന്റെ മറിയയ്ക്ക് അറിയായിരുന്നത് കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു എന്തെങ്കിലും കൽപ്പിച്ച നിങ്ങൾ അത് ചെയ്യുവേ. ഹല്ലേലൂയ. നീ ഒരു വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാ കർത്താവ് വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, പരിഹരിക്കുവാനായിട്ട് ഇടയത്തിരും. കാരണം നീ സ്വീകരിച്ചിരിക്കുന്നത് ഹല്ലേലൂയ സകല വിഷയത്തിനകത്ത് പരിഹാരം കൊടുക്കുവാൻ കഴിയുന്ന കർത്താവിനെ എത്രേ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നീ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഏതെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും ആ വിഷയത്തിന്റെ പരിഹാരം കർത്താവിന്റെ പക്കലുണ്ട്. മറുപടിയില്ലാത്ത വിഷയം കർത്താവിനില്ല, പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം കർത്താവിനില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. ഹല്ലേലൂയ. ആ വെള്ളം അവരെ വക്കോളം വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞപ്പോ അവിടെ ശുശ്രൂഷക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ കൽപാത്രങ്ങള് വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞതിനെ അതേ രീതിയിൽ അനുസരിക്കുവാൻ തയ്യാറായി നിന്ന ഒരു ശുശ്രൂഷക്കാരെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ വീഞ്ഞ തീർന്നത്, പക്ഷെ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറയുന്നത് എന്തിനെ എന്നുള്ളൊരു ചോദ്യമൊന്നും അവിടെ പ്രസിദ്ധമായി കടന്നു വരുന്നില്ല. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സാഹചര്യങ്ങളെ നോക്കാതെ, സന്ദർഭങ്ങളെ നോക്കാതെ നിന്നോട് കർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അനുസരിക്കും
അനുസരിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് അതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്, അതിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ പകൽക്കാലം പറഞ്ഞ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മൾ സ്വാഗതിച്ചിരുന്ന് നോക്കും, എന്താ ഇവിടെ വീഞ്ഞല്ലേ തീർന്ന, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, ജനത്തിന് വെള്ളം കൊടുക്കാനാണോ പോകുന്നത്? പല ചോദ്യങ്ങളും അകത്തളത്തിൽ നിന്ന് കടന്നു വരാമെന്ന സാഹചര്യത്തിൽ ഇവിടെ ശുശ്രൂഷക്കാരെന്ത് ചെയ്യുന്നു? ആ കൽപാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് ചില നിറവിലേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിന്നോട് കർത്താവ് നിറയ്ക്കാൻ പറഞ്ഞ നീ നിറച്ചാ മതി. അതിനെ മാറ്റുന്നത് സർവശക്തനായ ദൈവമത്രേ, അതിനെ ചേഞ്ച് വരുത്തുന്ന സർവശക്തനായ ദൈവമത്രേ. ആ വെള്ളത്തിന്റെ നിറം എപ്പോൾ മാറി, ആ വെള്ളത്തിന്റെ മണം എപ്പോൾ മാറി, ആ വെള്ളത്തിന്റെ രുചി എപ്പോൾ മാറി, ആ വെള്ളത്തിന്റെ ടേസ്റ്റ് വില എപ്പോൾ മാറി എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ അതിനെ ചേഞ്ച് ചെയ്യുവാനായിട്ട് ഇടയാക്കി തീർത്തുവെങ്കിൽ ഈ പകൽക്കാലം നീ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പറയുന്നത് നീ അനുസരിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതത്തിന്റെ ദൈവം ചേഞ്ച് ചെയ്യും. ദൈവം ചിലതിന്റെ ചേഞ്ച് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. നീ ആർക്കും പ്രയോജനമില്ലാത്തതായിരിക്കാം, സ്തോത്രം. പക്ഷെ ദൈവം നിന്നെ പ്രയോജനമുള്ളതാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും, സ്തോത്രം. നീ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു ഗുണം പറയത്തക്ക രീതിയിലുള്ള വ്യക്തിത്വം ആയിരിക്കത്തില്ല, പക്ഷേ നിന്റെ ഗുണനിലവാരത്തെ ദൈവം മാറ്റാൻ പോകുക. ഹല്ലേലൂയ. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വെള്ളമെന്ന് പറയുന്ന വെറും വെള്ളമാ, പക്ഷേ ആ വെള്ളത്തിന്റെ നിറം അങ്ങ് മാറ്റി, അതിന്റെ രുചിയെ അങ്ങ് മാറ്റി, അതിന്റെ മണത്തെ അങ്ങ് മാറ്റി, അതിന്റെ വിലയെ അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, എന്റെ നായിക വന്നില്ല. അതെ, കർത്താവിന്റെ നാഴികയിൽ അത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവിന്റെ നാഴിക വെളിപ്പെടുന്ന സമയമത്രേ. ഹല്ലേലൂയ. അടയാളങ്ങളുടെ ആരംഭം കുറിക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ നാഴിക വെളിപ്പെട്ടു വരും. ആ സമയം ആർക്കും അറിയത്തില്ല. പിതാവും പുത്രനും തമ്മിലുള്ള ആ ഒരു സമയമത്രേ അത് നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കും, നിന്റെ ചരിത്രത്തെ മാറ്റുവാനായിട്ട് ഇടയായി തീരും, സ്തോത്രം. അതേ, പച്ചവെള്ളത്തിന്റെ നിറം മാറി, അങ്ങനെ നിന്റെ ജീവിതത്തിൽ നിറം മാറും. നീ തേജസ് പ്രാപിച്ചവനായി, നീ തേജസ് പ്രാപിച്ചവളായിട്ട് നീ പുറത്തു വരാൻ പോകുക. നിന്നെ കാണുന്നവർ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ വെറും ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും കണ്ടത്, പക്ഷേ നീ ദൈവ പൈതൽ എന്ന് പറയത്തക്ക രീതി നിന്റെ നിറത്തെ, നിന്റെ ഭാവത്തെ ദൈവം മാറ്റാൻ പോകുക, സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ മണം മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം നല്ല വീഞ്ഞിന്റെ മണം, ഹല്ലേലൂയ, അവിടെ പരക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇതുവരെ നിനക്കൊരു മണം കൊടുക്കുവാൻ നിന്റെ നിന്ന് ദുർഗന്ധം വമിച്ചു കൊണ്ടിരുന്ന അനുഭവമായിരിക്കാം, പക്ഷെ സുഗന്ധത്തിന്റെ ഒരു മണമായിട്ട് ഹല്ലേലൂയ ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്നിൽ നിന്നൊരു മണം, ഹല്ലേലൂയ, അതെ, നിന്നിൽ നിന്നൊരു സുഗന്ധം, ഹല്ലേലൂയ, ദേശങ്ങളിലേക്ക് വ്യാപരിക്കത്തക്ക രീതി നിന്റെ ഭവനത്തിനകത്ത് നീ ദുർഗന്ധം വമിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒരു മൂലക്കകത്ത് പിടിച്ചിട്ടിരിക്കുന്നവരായിരിക്കാം, പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ നിന്റെ ഭവനത്തിനകത്ത് ഒരു സുഗന്ധം കൊടുക്കത്തക്ക രീതി ദൈവം നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. മറ്റൊന്ന് കാണാൻ സാധിക്കുന്നു, രുചി മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. പച്ചവെള്ളത്തിന് ഒരു രുചിയുമില്ല, പക്ഷേ ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഏറ്റവും നല്ലതാക്കി തീർത്തു, രുചിയുള്ളതാക്കി തീർത്തു. ഹല്ലേലൂയ. അതെ, നിന്നെ അനേകം പേർക്ക് രുചിയുള്ളതാക്കി ദൈവം തീർക്കാൻ പോകുക. നിന്റെ വായി നിന്ന് വരുന്ന വാക്കുകൾക്ക് രുചി വരുത്താൻ പോകുക. ഹല്ലേലൂയ. നിന്റെ വായി നിന്ന് നിന്റെ സംസാരത്തെ ദൈവം രുചിയുള്ളതാക്കി തീർക്കാൻ പോകുക. മറ്റൊന്ന് വിലയുള്ളതാക്കി തീർക്കാൻ പോകുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായത് കൊടുക്കാറുണ്ട്. സ്തോത്രം. നീ നല്ല വീഞ്ഞു ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അവിടെ ഒരു ചേഞ്ച് നടന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം,
ആ ഭവനത്തിനകത്ത് കടന്നു വന്ന വിഷയത്തെ, നിന്ദിക്കപ്പെടേണ്ട ആ വിഷയത്തെ, മറ്റുള്ളവർ മുമ്പ് ഒരു പരിഹാസമായി തീരേണ്ട വിഷയത്തെ എന്റെ സർവശക്തനായ ദൈവം അതിനെ അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്നൊക്കെ ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോ അതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് നീ അറിയാതെ ഭാരപ്പെടുമ്പോ നീ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവ് അതിനെ പരിഹരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം അതിനെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, സ്തോത്രം. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 3 കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ചു ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില വിഷയങ്ങളെ അടയാളങ്ങളുടെ ആരംഭമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. നീ കർത്താവിനെ നിന്റെ ഭവനത്തിനകത്തേക്ക് സ്വീകരിച്ചില്ലേ? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. അത് മുഖാന്തരമായിട്ട് നിന്റെ ഭവനത്തിനകത്ത് ചില അടയാളങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിലും. നീ കർത്താവിനെ നിന്റെ ഭവനത്തിനകത്തേക്ക് സ്വീകരിച്ചോ, കർത്താവ് വെറുതെ വന്നിട്ട് പോകത്തില്ല. കർത്താവ് വന്നതിന്റെ അടയാളം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. ഇവിടെ കാണുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. രണ്ടാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ കർത്താവിനെ നീ സ്വീകരിക്കുവാൻ തയ്യാറായ അതേ നിന്റെ ഭവനത്തിനകത്ത് കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തത്തക്ക രീതി ദൈവം ചിലത് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആരും തുറന്നു കൊടുക്കാതിരുന്നപ്പോഴും ഹൃദയമാകുന്ന വാതിൽ നീ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തില്ലേ? ഇവിടെ നമുക്ക് ആരംഭത്തിൽ കാണുവാൻ സാധിക്കുന്നു, യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിക്കുന്നവന്റെ ഭവനത്തിനകത്ത് നടക്കാൻ പോകുന്ന ഇതൊക്കെ. സ്തോത്രം. എല്ലാവരുടെയും ഭവനത്തിനകത്ത് നടക്കണമെന്നില്ല. യേശുവിനെ നീ ക്ഷണിച്ചിട്ടുണ്ടോ? യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് നീ ക്ഷണിച്ചിട്ടുണ്ടോ? അതേ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ചില ആരംഭങ്ങൾ കർത്താവ് കുറിക്കുവാനായിട്ട് ഇടയായിത്തീരും. മറ്റത് കാണുവാൻ സാധിക്കുന്നു, ആ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതേ മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു അടയാളത്തെ കർത്താവ് നിന്റെ ഭവനത്തിനകത്തേക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇന്നലെ വരെ വെളിപ്പെടാത്തൊരു മഹത്വം ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന ദേശത്ത് വെളിപ്പെടാത്തൊരു ദൈവമഹത്വം കർത്താവിനെ ക്ഷണിച്ച നിന്റെ ഭവനത്തിനകത്ത്, കർത്താവിനെ ക്ഷണിച്ച നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞ ഈ പകൽക്കാലം നിനക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. ആ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരുമ്പോ, അവിടെ ഒരു അടയാളം വെളിപ്പെടുത്തി കളയുവാനായിട്ട് ഇടയെത്തിരുമ്പോ നിന്റെ ചുറ്റുപാടുമുള്ളവ ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയെത്തിര. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിനെ ക്ഷണിച്ച ഭവനത്തിനകത്ത് ചില കുറവുകൾ കടന്നു വരുന്നത് വെറുതെ അല്ല. സ്തോത്ര. ശത്രു കൊണ്ടുവരുന്നതായിരിക്കാം. ചിലപ്പോ ശത്രു ചിലത് നിന്റെ തകർച്ചയ്ക്ക് കൊണ്ട് കൊണ്ടുവരുന്നതായിരിക്കാം, നിന്റെ നിന്ദയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അതിനെ അടയാളം കൂടെ ആരംഭമാക്കിയിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക രീതിയിൽ ചില ദൈവിക പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നീ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സമയം അത്രേ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് അടയാളങ്ങളുടെ ആരംഭങ്ങൾ വെളിപ്പെടുന്ന സമയം അത്രേ. ഹല്ലേലൂയ. കർത്താവ് വന്നതിനെ ഒരു അടയാളം നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് തരും. നിന്നെ ലോകത്തിന്റെ മുമ്പാകെ ഒരു നിന്നയാക്കി തീർക്കുക ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ലോകത്തിന്റെ മുമ്പാകെ ഒരു പരസ്യകോലമാക്കി നിർത്തുക ശത്രു പദ്ധതിയുമായി കടന്നു വരുമ്പോ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് അതിനെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരുക. അതിനെ തിരിച്ചിട്ട് ഹല്ലേലൂയ കർത്താവ് വന്നിട്ടുണ്ട് എന്നതിന്റെ അടയാളത്തെ ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ പച്ചവെള്ള എപ്പോഴാണ് നിറം മാറിയത്, അതിന്റെ മണം മാറിയത്, അത് രുചിയുള്ളതായി തീർന്നതെന്ന് അറിയാൻ ആർക്കും കഴിയത്തില്ല. അതുപോലെ ദൈവം ചേഞ്ച് ചെയ്തു. അവിടെ കാണുവാൻ സാധിക്കുന്നു,
ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഇത് മാത്രമേ അവിടെ ഉള്ളവർക്ക് ശുശ്രൂഷക്കാർക്ക് അറിയാവൂ. അത് എപ്പോഴാണ് ചേഞ്ച് ചെയ്തത്? ആ വെള്ളം ഹല്ലേലൂയ ഇല്ലെങ്കിൽ ഒരു വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഉണ്ടാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ എൻ്റെ ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് ഹല്ലേലൂയ വേഗത്തിൽ ഉള്ളതാ. സ്തോത്രം. അത് എപ്പോഴാണ് സംഭവിച്ചു എന്ന് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയാത്ത രീതിയിൽ തന്റെ നാഴികയിൽ അത് വെളിപ്പെടുത്തിയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാനിരിക്കുന്ന അടയാളങ്ങളുടെ നാഴിക എന്റെ കർത്താവിന്റെ പക്കല. അതിനുവേണ്ടി നീ കാത്തിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ നാഴികയിൽ ഹല്ലേലൂയ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ചിലരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില ദൈവിക പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ മുൻകൂട്ടി പറയുവാൻ കഴിയാത്ത രീതി എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോഴാ സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് വേഗത്തിൽ ചില ദൈവിക പ്രവർത്തികളുടെ അടയാളങ്ങളെ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്തോത്ര ചർച്ചയ്ക്കായി വിടുന്നതിന് മുമ്പായിട്ട്, മറ്റുള്ളവരുടെ കാതുകളിൽ കേൾക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ നിന്റെ ഭവനത്തിനകത്തേക്ക് ക്ഷണിക്കാമോ? ഈ ശബ്ദം കേൾക്കുമ്പോ ആരെങ്കിലും കർത്താവിനെ നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഭവനത്തിനകത്തേക്ക്, നിന്റെ ജീവിതത്തിനകത്തേക്ക് കർത്താവിനെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ആ കർത്താവിനെ ക്ഷണിച്ചു കൊള്ളുക. ഹല്ലേലൂയ. കർത്താവില്ലാത്ത ജീവിതം ഹല്ലേലൂയ ശൂന്യമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവുണ്ടോ? കർത്താവ് വിഷയങ്ങളെ പരിഹരിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവ് നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? നിന്റെ പോരായ്മകളെ, നിന്റെ കുറവുകളെ ദൈവം നികത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയത്തെ സർവശക്തനായ ദൈവം അടയാളങ്ങളുടെ ആരംഭമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നിന്നയ്ക്ക് കടന്നു വന്ന വിഷയമായിരിക്കാം, മറ്റുള്ള മുമ്പേ ഒരു പരിഹാസത്തിനായിട്ട് കടന്നു വന്ന വിഷയമായിരിക്കാം. നീ ശബ്ദം കേൾക്കുമ്പോ ചില വിഷയങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് തലപൊക്കി തുടങ്ങിയില്ലേ? നീ ഭയപ്പെടുന്നില്ലേ ചിലതിനെയൊക്കെ ഓർത്ത്? പ്രിയ ദൈവ പൈതലേ, നീ ആ വിഷയത്തിനകത്തേക്ക് കർത്താവിനെ ഒന്ന് ക്ഷണിക്കേ. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. നിന്നെ കേൾപ്പിക്കാത്തൊരു കർത്താവ്, മറ്റുള്ള മുമ്പേ ഒരു പരിഹാസ വിഷയമാക്കി തീർക്കാത്തൊരു കർത്താവ്, മറ്റൊരാൾ അറിയാതെ വേണം ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ സ്വീകരിക്കാമോ? ഹല്ലേലൂയ. അതേ സ്തോത്ര. വെള്ളം ആണ് ഈ വീഞ്ഞാക്കിയതെന്ന് പറയുവാൻ കഴിയാത്ത രീതിയിൽ ആ വെള്ളത്തിന്റെ തലത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നത് പോലെ നിന്റെ വിഷയത്തിനകത്ത്, ജീവിതത്തിനകത്ത് കടന്നു വന്ന വിഷയമാണ്, അല്ലെങ്കിൽ കുറവാണ് ഇതിനൊക്കെ കാരണമായി തീർന്നതെന്ന് പറയുവാൻ ഇടയാക്കാതെ വേണം എന്റെ ദൈവം ആ പ്രശ്നത്തെ അങ്ങ് സോൾവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. നാറ്റം വമിക്കേണ്ട വിഷയമായിരിക്കാം, പക്ഷേ ദുർഗന്ധമല്ല, സുഗന്ധമായിട്ട് മറ്റുള്ളവർക്ക് രുചി പകരത്തക്ക രീതിയിൽ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു അപമാനമായി തീരത്തക്ക രീതി കടന്നു വന്ന വിഷയമായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പറയട്ടെ, നിന്നെ സുഗന്ധമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. പ്രിയതേ മക്കളെ, നാം കർത്താവിനെ ക്ഷണിക്കേണ്ടടുത്ത് പലപ്പോഴും നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്താവിനെ നാം മാറ്റി നിർത്തും. ഇല്ല, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിലും നീ കർത്താവിനെ കൂടെ വിളിച്ചു നിർത്തിക്കോ. ഇവിടെ കാണുവാൻ സാധിക്കുന്ന യേശുവിനെ ശിഷ്യന്മാരെയും കർത്താവിനെ ക്ഷണിച്ചിരുന്നു. കർത്താവിനെ ക്ഷണിക്കാതെ കർത്താവ് ഒരു വീട്ടിനകത്ത് കയറി ചെല്ലത്തില്ല. നാം അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവിനെ സാത്താനെ കാണും. പക്ഷേ സാത്താൻ എവിടെ വേണമെങ്കിലും ഇടിച്ചു കയറും. പക്ഷേ എന്റെ യേശു കർത്താവിനെ ക്ഷണിക്കാതെ ആരുടെയും ഭവനത്തിനകത്ത് കടന്നു വരികയല്ല, ആരുടെയും ജീവിതത്തിനകത്ത് കടന്നു വരികയല്ല. സാത്താൻ മുടിക്കുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടി എവിടെയും ഇടിച്ചു കയറി കടന്നു വരും. പക്ഷേ അപവാദിയായിരിക്കുന്ന പിശാചിനെ പോലെയല്ല. യേശു കർത്താവിനെ ക്ഷണിക്കാതെ യേശു കർത്താവ് കടന്നു വരികയല്ല. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്തേക്ക്
കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ ഭവനത്തിനകത്തേക്ക് കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ ഭവനത്തിനകത്ത് നടക്കാൻ പോകുന്ന വിഷയത്തിനകത്ത് നീ കർത്താവിനെ മുൻപന്തി നിർത്തുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, അവിടെ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കടന്നു വരുന്ന പോരായ്മകളെ, അവിടെ നിന്ന് കടന്നു വരുന്ന കുറവുകളെ എന്റെ കർത്താവ് പരിഹരിക്കുവാനായിട്ടിടയത്തീരും. അതിനെ അടയാളങ്ങളുടെ ആരംഭമാക്കി ദൈവം മാറ്റുവാനായിട്ടിടയായിത്തീരും. അതേ ശത്രു ആ ഭവനത്തെ ഹല്ലേലൂയ സ്തോത്ര പരസ്യകോലമാക്കി തീർക്കുവാൻ നോക്കിയപ്പോൾ, ഈ ഭവനത്തെ ഗലീലിലെ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ കല്യാണം നടന്ന് അനേകം കല്യാണങ്ങൾ നടന്നു കാണും ഭവനങ്ങളിലെ. പക്ഷെ ഒരു ഭവനത്തെ അറിയപ്പെടാതിരിക്കുമ്പോ ഈ ഭവനത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? കർത്താവിനെ ക്ഷണിച്ചു, അത് മുഖാന്തരം അവിടെ ഒരു അടയാളം വെളിപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു എന്ന ഭവനത്തെ ദൈവം പ്രസിദ്ധമാക്കി. അങ്ങനെയെങ്കിൽ നീ കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ഭവനത്തെ കർത്താവ് പ്രസിദ്ധമാക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട ഭവനം എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങ് പ്രസിദ്ധമാക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. നിന്റെ ഭവനത്തിനകത്ത് നടക്കുന്ന ചില അടയാളങ്ങൾ കണ്ട് മറ്റുള്ളവർ വിശ്വസിക്കുവാൻ തയ്യാറാവും കർത്താവിങ്കിൽ. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിനെ കർത്താവ് അങ്ങ് ചേഞ്ച് ചെയ്തുകൊണ്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളാക്കി. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് ഒരു അടയാളമാക്കി. അതെ, നിന്റെ ദേശത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു അടയാളം ചെയ്തിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അടയാളം മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ, മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ നിന്റെ ദേശത്ത് വച്ച്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് ദൈവം ഒരു അടയാളത്തെ ചെയ്യുവാനായിട്ടിടയെത്തിരാ. ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തിരാ. അങ്ങനെ കർത്താവിന് കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. നിന്ദിക്കപ്പെടേണ്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭവനമാക്കിയും ദൈവം തമ്മിൽ മാറ്റുവാനായിട്ട് ഇടയായിത്തീരാ. നീ ഭാരപ്പെടേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ കർത്താവിനെ നിന്റെ ഭവനത്തിനകത്തേക്ക് ക്ഷണിക്കുക, നിന്റെ ജീവിതത്തിനകത്തേക്ക് ക്ഷണിക്കുക. നിന്റെ കുറവുകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട് നിന്റെ ജീവിതത്തിനകത്ത്. കർത്താവ് ഒരു അടയാളം ചെയ്യും. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന നിമിഷമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചില അനുഭവങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തുവാനായിട്ടിടയത്തീരും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചില നിന്ദകൾ ഇവരുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് കടന്നു വരുമ്പോ, ചില വിഷയത്തിനകത്ത് പോരായ്മകൾ, കുറവുകൾ കടന്നു വന്നിരിക്കുമ്പോ, പരിശുദ്ധ പിതാവേ, അപ്പാ അവരുടെ ജീവിതത്തിലെ പോരായ്മകളെ ദൈവം മാറ്റണം. ആ കല്യാണ ഭവനത്തിൽ യേശുവിനെ ക്ഷണിച്ചിരുന്നു. അങ്ങേ ക്ഷണിച്ചിരിക്കുന്ന തന്റെ ജനത്തിന്റെ നടുവിൽ കർത്താവേ, നിന്നയ്ക്കായി കടന്നു വന്ന വിഷയത്തെ ദൈവം അടയാളം കൂടെ ആരംഭമാക്കി മാറ്റി ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക രീതി ദൈവപ്രവൃത്തിയുടെ അടയാളമാക്കി ചേഞ്ച് ചെയ്തതുപോലെ ചില വിഷയങ്ങളുടെ അകത്തൊരു ചേഞ്ചുകൾ സംഭവിക്കട്ടെ. ചില അടയാളങ്ങൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ആ വെള്ളം എപ്പോഴാണ് അതിന്റെ നിറം മാറി, മണം മാറി, രുചി മാറിയതെന്ന് ആർക്കും പറയാൻ കഴിയാത്തതുപോലെ ഇവരുടെ ജീവിതത്തിന്റെ നിലവാരം കർത്താവിനെ ക്ഷണിച്ചവന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളം കൂടെ ആരംഭമാക്കി ദേശങ്ങൾ, ഇവരുടെ ഭവനങ്ങൾ മാറ്റപ്പെടട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.